മതിയായി പൊതുവളെ, മതിയായി. ഇനി ഞാൻ അവിടെ നിന്ന എന്റെ ആയുസ്സിന് വരെ അത് ഭീഷണിയാവും. അവിടെ നാക്കിന്റെ ചവിട്ടും തൊഴിൽ സഹിക്കാൻ വയ്യാതെ അതിരാവിലെ സ്ഥലം വിട്ടതാ എന്റെ ഒരു മോൻ. ഇപ്പൊ നേരാകാണ്ട് ഉച്ചയാവാറായില്ലേ, ഞാനും ഇതാ പോന്നു. ഒരു വീടാവുമ്പോ എങ്ങനെയൊക്കെ ഉണ്ടാവും, അതിനിങ്ങനെ തെറ്റിപ്പിരിയണം. ഒരു തെറ്റലും ഇല്ല, ഒരു പിരിയലും ഇല്ല എന്റെ പൊതുവാളെ. 1 രൂപ 40 പൈസ കൊടുത്ത എന്റെ ചേട്ടന്റെ വീടിന്റെ മുമ്പിൽ ബസ് ചെന്ന് നിൽക്കും. എനിക്ക് അവിടെ ചെന്നിട്ട് നേരാമണ്ണൊന്ന് ശ്വാസം വിടണം. സുധാകരൻ വന്നാൽ എന്ത് പറയും? ഞാൻ ചത്തിട്ടില്ലെന്നും ഇത്തിരി കൂടെ ജീവൻ ബാക്കിയുണ്ടെന്നും പറഞ്ഞേക്ക്. നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അതിന് മാത്രം എന്താ ഇപ്പൊ ഉണ്ടായത്? ഇനി ഉണ്ടാകാനൊന്നും ബാക്കിയില്ലെന്ന് കരുതിക്കൊള്ളൂ. അമ്മേ, അമ്മേ, അമ്മ, അമ്മേ, അമ്മോ. വിളിച്ചു കൂവണ്ട. പോയി. അമ്മ പോയോ? എവിടെ പോയി? ആ, എവിടെ പോയെന്ന് ഞാനെങ്ങനെ അറിയുന്നേ? സത്യം പറയടേ, നീ എന്റെ അമ്മയെ ഇറക്കി വിട്ടോ? ആ, ഇറക്കി വിട്ടു. നമ്മൾ തമ്മിൽ 1000 പ്രശ്നങ്ങൾ ഉണ്ടായിന്ന് വരും. അതിന് എന്റെ അമ്മയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നീ ആരുടെ ചെകുത്താനെ? ചെകുത്താൻ നിങ്ങളുടെ മറ്റവളാ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെണ്ണുമായി ഒരു ബന്ധമല്ലെന്നല്ല നിങ്ങൾ എന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോ അമ്മയുടെ കണ്ണിലെ കൃഷ്ണമണി, ഒന്നും അറിയാത്ത നിഷ്കളങ്കൻ. നിനക്ക് തലയ്ക്ക് നല്ല മുഴുത്ത വട്ട. കൂടുതൽ വിളച്ചെടുത്ത കയ്യും കാലും തല്ലി ഒടിച്ച് വീട്ടിനകത്ത് ചങ്ങലക്കിട്ട് പൂട്ടും ഞാൻ. ആഹാ, അങ്ങനെ ഉണ്ടായില്ലേ? നിങ്ങളെ കാത്തിരിക്കുന്ന മൂഷേട്ടാണല്ലോ, അവളെ അതേപോലെ ഇതേ മുറിയിൽ ചങ്ങലക്കിട്ട് പൂട്ടും ഞാൻ. എഴുതിയാ പോട്ടെ. എന്റെ അമ്മ ഈ വീട്ടിൽ ജീവിക്കുന്നതിന് നാട്ടുകാരെ ജനിച്ച പിന്നെ ഇന്ന് വരെ എന്റെ അമ്മ എന്റെ ദേഹത്തോട് മണ്ണ് പോലും വീഴ്ത്തിട്ടില്ല. നിന്റെ പ്രാന്ത് നാട്ടുകാരെ കൂടി കേൾപ്പിക്കണ്ടേ? എന്റെ ജീവിതം നശിപ്പിച്ച കൊന്നുകളെ തന്നെയാണ്. എന്നെ അടിക്കാറായിട്ട് നീ ഒരുമ്പെട്ടോളെ. വയ്യ, ഇനി എനിക്ക് വയ്യ. രണ്ടിലൊന്നും തീരുമാനിക്കാതെ ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നത് ആത്മഹത്യ എന്നതിന് തുല്യ. എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വയ്യ. രണ്ടിലൊന്ന് തീരുമാനിക്കാനില്ല, ഒന്നേ തീരുമാനിക്കാനുള്ളൂ. ഒന്നേ ഒന്ന്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം ഞങ്ങളത് തീർത്തു തരും. കാശ് റെഡിയാണല്ലോ? രാത്രി ഒരു സ്ഥലം വരെ നമുക്ക് പോണം. എന്താ അങ്ങനെ അകത്തും ആവശ്യത്തിന് വില്ലത്തരമുണ്ട്. അവരെന്തായാലും മറുകണ്ടം ചാടും. ഒന്ന് സ്ട്രിക്റ്റ് ആയാൽ അവരെ പിടിച്ചു നിർത്താം. അല്ലെങ്കിൽ ഏത് പെണ്ണിന്റെ ഭർത്താവിനെയും വേറൊരു സ്ത്രീ അനുഭവിക്കും. അതും ഞാൻ കണ്ടതാണ്. എന്തിനാ വെറുതെ അച്ഛനെ കുറ്റം പറയുന്നത്? കുറ്റം പറയല്ല മോളെ. പുണ്യം കിട്ടാൻ വേണ്ടി ഗംഗയിൽ ചാടുമ്പോ ഒറ്റയ്ക്ക് അങ്ങ് ചാടിയാ മതിയായിരുന്നില്ലേ? എന്തിനാ ഒരു ആന്ധ്രക്കാരുടെ വലത്തെ കൈ അദ്ദേഹത്തിന്റെ ദേഹത്തോട് കൂട്ടിക്കെട്ടിയത്? എന്നിട്ട് അവര് മരിച്ചോ? മരിച്ചില്ല. കെട്ടഴിഞ്ഞപ്പോ അവര് നീന്തി രക്ഷപ്പെട്ടു. അത് ശരി. ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞ് അച്ഛനെ പറ്റിച്ചത് ആ സ്ത്രീ അല്ലേ? ആ ഗതി നിനക്ക് വരരുത്. മറ്റൊരു പെണ്ണിന്റെ വാക്ക് വിശ്വസിച്ച് നിന്റെ ഭർത്താവ് ഏതെങ്കിലും ഗംഗയിൽ ചാടിയോ അതോടെ നിന്റെ ഗതി അധോഗതിയാവും. ഒരു കാര്യത്തിനും 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കരുത്. എല്ലാ കാര്യത്തിലും നിനക്കല്പം മുൻതൂക്കം വേണമെന്ന് എനിക്കിത്തിരി വാശിയുണ്ട്. എല്ലാവർക്കും അമ്മയുടെ അനുഭവം ആവുന്ന അമ്മയുടെ വിചാരം. എനിക്ക് തെറ്റുപറ്റിയതാ, ശരിക്കും തെറ്റുപറ്റിയതാ.
എന്നോട് ദേഷ്യമില്ലെന്ന് പറയൂ. ദേഷ്യമില്ല. ഞാൻ ഈ സന്തോഷം വേറൊരാളോടും കൂടി പറയട്ടെ. ആരോട്? നമ്മുടെ കുഞ്ഞിനോട്. മരണം പല വിധത്തിൽ വരലാം. ചിലപ്പോൾ ഗ്യാസുകാരനായി, അല്ലെങ്കിൽ പോസ്റ്റ്മാനായി, എപ്പടി വേണോനാ വരലാം. നീ വിവരം അമ്മയോട് പറഞ്ഞോ? ഇല്ല, ജീവിക്കണോ മരിക്കണോന്നോ തീരുമാനിച്ചിട്ട് പറയാന്ന് വെച്ചു. ഇനി പറയാല്ലേ? പറയാം പറയാം. ധൈര്യത്തോടെ നിനക്ക് ആരോട് വേണമെങ്കിലും പറയാം. നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്. എവിടെയായിരുന്നു സുധാകര? വല്ലതും പറ്റിയോ? അവന്റെ ഒരു സ്നേഹപ്രകടനം. രാത്രി ഒറ്റയ്ക്കാക്കിട്ട് എങ്ങോട്ടാണ് എഴുന്നേറ്റ് പോയത്? രാവിലെ നിന്നെ കാണാണ്ട് അവള് ബഹളം വെച്ചിട്ട് ആൾക്കാരൊക്കെ കൂടിയത്. ഹലോ ഹലോ, ഹലോ 3568. ഒരു ആന്റണി ഡിസൽവ അവിടെ.
ഒന്നുമില്ല. ഹലോ മിസ്റ്റർ സുധാകരൻ, കാര്യം നടക്കാൻ പോകുന്നു. ഒരു ഗ്യാസുകാരനെ വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. അവൻ പുറപ്പെട്ടു കഴിഞ്ഞു. പഴയ ഗ്യാസ് സിലിണ്ടർ മാറ്റി പുതിയത് ഫിറ്റ് ചെയ്ത് ഹൃദയകുമാരി ബർണറിൽ തീ കാണിക്കുന്നതും ഒരു സ്വപ്നം പോലെ അവൾ ആവിയായി തീരും. വേണ്ട, അവളെ കൊല്ലണ്ട. ഹലോ ഹലോ പ്ലീസ്, അവളെ കൊല്ലണ്ട. ഹലോ കത്തിച്ചു നോക്കൂ. ഇവൻ കൊല്ലാനാ വന്നത്. പാവപ്പെട്ട സ്ത്രീയെ നീ ഞാൻ മനസ്സിലാക്കി തരടാ. എന്താണോ നിനക്ക്? ആ നമ്മുടെ സ്ഥിരം ഗ്യാസാരനാ. നിനക്കൊന്നും പറ്റില്ല. എനിക്കല്ല പറ്റിയത്. പറ്റിയത് മുഴുവൻ ആ പാവത്തിനാ. എന്തിനാ ഇങ്ങനെ ഒരാളെ തല്ലുന്നത്? എനിക്കറിയില്ല. പക്ഷെ നിന്റെ അടുത്ത് ആര് വന്നാലും ഞാനിപ്പോ തല്ലും. ഹൃദയകുമാരിക്ക് കുറഞ്ഞപ്പോ സുധാകരന് കൂടിയെന്നാ തോന്നണേ. നമ്മളൊരു 5 മിനിറ്റ് വൈകിപ്പോയി. ഇന്നിനി അങ്ങോട്ട് കയറണ്ട. കറണ്ട് ഷോർട്ട് സർക്യൂട്ട് ആക്കിയാലോ? വരട്ടെ, പറയാം.